അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംസാരിക്കുന്നത് മുഹമ്മദ് ഹസനി പത്തപ്പിരിയ. വിശുദ്ധമായ റമളാൻ പവിത്രമായ മാസമാണ്. ചില കാര്യങ്ങൾ പറയൽ നിർബന്ധിതനായതുകൊണ്ട് പറയുകയാണ്. പവിത്രമായ റമളാൻ 1 എൻ്റെ അടുത്ത് 5 വർഷത്തിലധികം പഠിച്ച് ഞാൻ വളർത്തിയ എൻ്റെ പെങ്ങളെ മകൻ സഫ്വാൻ അറിവി നിലാവ് നടത്തി വരുന്ന ആളാണ്. അതിനു വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും എൻ്റെ വീട്ടിൽ വെച്ച് വരെ പല പരിപാടികളും അവൻ നടത്തിയതാണ്. അവൻ എനിക്കൊരു കാറ് തന്നത് എൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ ലൈവിലാണ്. അത് ഓൺലൈനിൽ ആയിരക്കണക്കായ ആളുകൾ കാണുന്ന ആ ലൈവിൽ വെച്ച് പരസ്യമാക്കിയത് കൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ച് ഞാൻ ഒഴിവാക്കിയതാണ്. എനിക്ക് പലരും വാഹനം എടുത്തു തരാം, കാറ് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഞാനതൊക്കെ ഒഴിവാക്കിയതായിരുന്നു. ആ അവസ്ഥക്ക് പരസ്യമായിട്ട് ആ ലൈവിൽ വെച്ച് ചാവി തന്നപ്പോൾ, ഞാനില്ലാത്ത സമയത്ത് ചാവി എൻ്റെ കുട്ടികളെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ ആ വാഹനം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറഞ്ഞതാണ്. അപ്പോൾ അവൻ്റെ ലൈവുകളും കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ വെച്ച് പലതവണ നടത്തിയതാണ്. അവനും അവൻ്റെ ഭാര്യയ്ക്കും എൻ്റെ വീട്ടിൽ വെച്ചിട്ട് സംരക്ഷണം, താമസം, ഭക്ഷണം എല്ലാം നൽകി വളർത്തിയതാണ്. ആ ഇടക്ക് ഞാൻ അവൻ്റെ ലൈവിനും അവൻ്റെ അറിവിൻ നിലാവ് പ്രോഗ്രാമിനും തുടക്കം മുതലേ അതിന് പാരയാണ്, അതിന് അസൂയയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ അടുത്ത് അവൻ്റെ പേരിൽ ഉംറയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ അതിലും ഞാൻ ഇടപെടൽ നിർബന്ധമായ സാഹചര്യത്തിൽ എൻ്റെ കുടുംബത്തിൽ ഞാനത് ചർച്ച ചെയ്തു. എൻ്റെ പെങ്ങന്മാർ, എൻ്റെ അനുജന്മാർ അവരൊക്കെ കൂടിയുണ്ടായ സംസാരം. അതുമായി ഞാൻ ആരോടും പരസ്യപ്പെടുത്തിയേ അവൻ പറഞ്ഞതുപോലെ അമ്മോന് അത് പറഞ്ഞു നടക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടായ വിവാദവുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞതാണ്. ഈ അടുത്ത് ഇപ്പം ഞാനിതിൽ റമളാൻ ആയതുകൊണ്ട് ഞാനിതിൽ വരാനൊരിക്കലും കരുതിയതല്ല. പക്ഷേ അവന് മനസ്സിലാക്കി റമളാൻ മാസമായാൽ ആത്മീയമായിട്ടൊക്കെ ആളുകൾ ആ ശ്രദ്ധയോടുകൂടെ ജീവിക്കുന്ന കാലമായതുകൊണ്ട് ആരും അതിനെ പ്രതികരിക്കൂല എന്ന് മനസ്സിലാക്കി വിശുദ്ധ റമളാൻ 1 അന്ന് ആളുകളൊക്കെ ഉത്ബോധനോ ആത്മീയ മജ്ലിസും ദിക്റുമൊക്കെ അവനിൽ നിന്ന് പ്രതീക്ഷിച്ച സമയത്ത് വളരെ മോശമായിട്ട് വീണ്ടും വിനീതനായ എന്നെയും അതുപോലെ എൻ്റെ കുടുംബത്തെയും സംഘടനാ പ്രവർത്തകരെയും നാട്ടിലെ കമ്മിറ്റിയെയും നാട്ടിലുള്ള പ്രവർത്തകരെല്ലാവരെയും വളരെ മോശമാക്കിയിട്ട് അവൻ്റെ വിവാദത്തിൽ നമ്മൾ മാപ്പ് പറഞ്ഞു. അതിലുണ്ടായ സംഭവത്തിൽ എൻ്റെ ഓഫീസിലേക്ക് ആർക്കും വരാവുന്നതാണ്, ഏത് നിമിഷവും ഞാൻ അതിന് തയ്യാറാണ്. വഷളായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പുവെച്ച് മാപ്പ് പറഞ്ഞ് വഷളായവരെ എന്നൊക്കെ പറഞ്ഞ് റമളാനിൽ വയറിൽ 1 അന്ന് വലിയ ആ അർളൽ കണ്ടപ്പോൾ നമ്മളൊക്കെ ബേജാറായിപ്പോയി. ഇതെന്താണ് സംഭവം? പലരും എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇത്രയും ചങ്കൂറ്റത്തോടു കൂടെ സഫ്വാൻ ഇത് പറയണമെങ്കിൽ നിങ്ങൾ എന്താ ഈ ഒപ്പുവെച്ചോ, സ്വകാര്യത്തിൽ പോയി ഞങ്ങൾ ഒപ്പുവെച്ചോ മറ്റോ? നമ്മൾ അന്തം വിട്ടു. ഇന്നെ സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടി, കണ്ണൂരിൽ സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പണച്ചാക്ക് കൊണ്ടുപോയി എറിഞ്ഞ ആളാണ് സഫ്വാൻ. അതൊന്നും നടക്കാതെ വന്നപ്പോൾ കണ്ണൂർ സ്റ്റേഷൻ 1 കൊല്ലത്തിൻ്റെ ശേഷം ഞാൻ കണ്ണൂരിലേക്ക് പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഓനൊരു വാറോല വ്യാജ കത്ത് എൻ്റെ പേരിൽ, ഫതുലുർ റഹ്മാൻ്റെ പേരിൽ കത്ത് എഴുതി ഉണ്ടാക്കി ഒപ്പുവെച്ച് ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്.
അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ അതൊന്നും പറയാൻ കരുതിയതല്ല. അവർക്ക് യൂട്യൂബിലും മറ്റൊക്കെ എന്തും ചേരും. അവൻ്റെ പരിപാടി കേൾക്കണമൊക്കെ പെണ്ണുങ്ങളാണ്. ആ പെണ്ണുങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എന്ത് തോന്നിവാസവും പറയാൻ മടിയില്ലാത്ത ആളാണ് സഫ്വാൻ. ഞാനതിൽ ഒപ്പുവെച്ചു, ഞാനത് മാപ്പ് പറഞ്ഞു എന്നൊക്കെ എന്നെപ്പറ്റി അത് വ്യാജാണ് എന്ന് സഫ്വാൻ അറിയാം. സഫ്വാനെ താങ്ങി നടക്കുന്ന ആളുകൾക്കും അറിയാം അത് വ്യാജാണ് എന്നുള്ളത്. അത് തെളിയിക്കുകയാണെങ്കിൽ, ഇതുവരെയും സഫ്വാൻ എൻ്റെ അടുത്ത് ഓതിയ ഒരു ശിഷ്യനായിരുന്നു. അത് തെളിയിക്കുകയാണെങ്കിൽ ഞാൻ അതിൽ ഒപ്പിട്ടു, ഞാൻ ആ സ്റ്റേഷനിൽ പോയി കത്തിൽ ഒപ്പിട്ടു, മാപ്പ് പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ സഫ്വാൻ്റെ ശിഷ്യനായി ഞാൻ നടക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇതിലാരും വഞ്ചിതരായി പോകരുത്. ഉസ്താദും ശിഷ്യനും എന്നുള്ള ബന്ധം ഞാനും അവിടെ 2 കൊല്ലം ഓതിക്കണമെന്നാണ് സഫ്വാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ കിതാബുമായി ബന്ധപ്പെട്ട ആളുകൾക്കറിയാം, തുടക്കം മുതൽ തഫ്സീറും മിഷ്കാത്തും ഓതുന്ന കാലം വരെ സഫ്വാൻ എൻ്റെ അടുത്താണ് പഠിച്ചത്. 5-6 കൊല്ലം നീണ്ട കൊല്ലാണ് എൻ്റെ അടുത്ത് പഠിച്ചത്. ഞാനാണ് വളർത്തിയത്. ഓൻ്റെ 40 ഓൻ്റെ അമ്മ പ്രസവിച്ച് എൻ്റെ വീട്ടിലാണ്. ഓൻ്റെ പ്രസവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ പെരീക്കാണ് കൊണ്ടുവന്നത്. 40ൻ്റെ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തത് ഞാനാണ്. അങ്ങനെ വളർത്തിയ സഫ്വാനാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതലായി കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ ഈ സഫ്വാന് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യാജാണ്. അതുമായി യാതൊരു സത്യത്തിൻ്റെ അല്പം പോലും ആ വിഷയത്തിലില്ല എന്ന് ഞാൻ നിങ്ങളെ ഇതിൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയണം. സത്യം സത്യമായിട്ടാണ് നമുക്ക് നിലനിൽക്കേണ്ടത്. അതല്ലാതെ ആളുകളെ മുന്നിൽ കണ്ടുകാണ്ട് എന്ത് തോന്നിവാസവും വിളിച്ചു പറഞ്ഞ് അത് സത്യമാക്കാൻ ശ്രമിച്ചാൽ അത് സത്യമാവില്ല. പടച്ച റബ്ബിൻ്റെ മുമ്പിൽ കോടതിയിൽ വരേണ്ടി വരുമെന്ന് സഫ്വാനെ താങ്ങി നടക്കുന്ന ആളുകളൊക്കെ ഈ കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലൊക്കെ ചിന്തിച്ച് സത്യത്തിൻ്റെ പിന്നാലെ നിങ്ങൾ നിൽക്കണം. സഫ്വാൻ എന്ത് പറഞ്ഞാലും അതാണ് ശരി എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ആളുകൾക്ക് ഇത്രയും ഗൗരവമായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനിതൊന്നും പറയാൻ കരുതിയതല്ല. ഇനിയും ഒരുപാട് കളവുകൾ സഫ്വാൻ പറഞ്ഞ് ധാരാളമുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ ഒന്നും കടക്കണില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ സത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.